യുദ്ധഭൂമിയിൽ ഏതാണ് ഒരു പുതിയ പടം ഇറങ്ങിയിട്ടൊന്നും കേട്ട് കണ്ടായിരുന്നോ? ഇല്ലേ, വാ കണ്ടുകളെ. കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് പറഞ്ഞു ഐ വാണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ നടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നോട് പറഞ്ഞ് ആ പിന്നെ താജിലുണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ച് ഞാനും അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട്, കാരണം ഒരു തിരക്കഥാകൃത്തുവാടെ ആണല്ലോ. അത് ശരിയാ, തിരക്കഥാകൃത്തിന്റെ മുന്നിൽ തുണി പറിച്ചു തന്നു കഴിഞ്ഞാൽ വാഴക്കൊലയെ പറ്റി എഴുതാൻ പറ്റും. കാരണം പുള്ളി മറ്റേ കാണാതെ പോയ വാഴക്കൊലയെ പറ്റി എഴുതുന്നത്. പിന്നെ ഇവന്റെ അണ്ണാക്കിൽ ഇത്ര നാൾ എന്നതായിരുന്നു തിരികെ വെച്ചിരുന്നത്? പുള്ളി വല്ലതും മറ്റേ കൊടുത്തിരുന്നോ? കാരണം ഇന്നാണല്ലോ വാ തുറക്കുന്നത്. ഒന്നും പറയേണ്ടത്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചില ആൾക്കാർക്കൊക്കെ ഫീൽ ചെയ്യും, അവരെ ആരെയും വേദനിപ്പിക്കാനും പറ്റില്ലെന്നും പറയാനും പറ്റാത്തൊരവസ്ഥയുണ്ട് കേട്ടോ. ഇതാണ് 8 മണിയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്ത് 9 മണി ആയുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? ചിലയിടത്ത് കോലുകളി, ചിലയിടത്ത് ഇലത്താളം. എന്തായാലും അമ്മയ്ക്ക് ചീത്തപ്പേരാണല്ലോ മൊത്തത്തിൽ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സിനിമാക്കാരുടെ അമ്മയ്ക്കാണ് കേട്ടോ. എന്തായാലും പൊളി. എന്തായാലും ഓരോരുത്തർ ഡിഫറൻ്റ് ആയ രീതിയിലാണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മുകേഷ് വേറെ രീതിയിൽ സ്കോർ ചെയ്യുമ്പോൾ സിദ്ദിഖ് വേറെ രീതിയിൽ, വേറൊരാൾ മറ്റേ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് വെച്ചു എന്നും പറഞ്ഞിട്ട് വരണം. കുറച്ച് കഴിഞ്ഞാൽ പറയും എന്നെ അതല്ലാന്ന് പറയും, ഇതല്ലാന്ന് പറയും. ഇതിൽ ആരാണ് എന്താണ് ചെയ്തതെന്നുള്ളത് ഒരു പിടിയില്ല. ഇതിപ്പം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല. അവർ കാണുന്നത് ചോദിക്കുന്നവർ പറയുക എന്നെ ഉമ്മ വെച്ച് പീഡിച്ച് പറിച്ച്. പണ്ടൊക്കെയാണ് പറയുമ്പോൾ ഇരയാണ് വേട്ടക്കാരെന്ന് ഒളിപ്പിച്ചെങ്കിൽ ഇത് പച്ചക്കൊക്കെ എന്ന് പറയും. ഇതിപ്പോൾ അത് വേറൊരു ഇതം കണ്ടു പറഞ്ഞു, എന്നെ തുണി പരിച്ച് നിർത്തി കാണിച്ചു, അയച്ചു കൊടുത്തു, എന്ത് കാണിച്ചു കൊടുത്തു ഈ പറഞ്ഞത്. ഞാൻ ചെയ്യില്ല, ഇവനൊന്നും ഒരു സ്വാമാന്യമായ ബോധമില്ല. ഒരു ഡയറക്ടറല്ല ഇവനെ വിളിച്ചത് മറ്റേ പടത്തിന് അഭിനയിക്കാനല്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ തുണി പറിച്ച് എന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഇന്ന് കുറ്റം പറയുന്നതിൻ്റെ കാര്യമാണ്. അപ്പം അന്ന് വെള്ളം കിട്ടാൻ എന്തിനെങ്കിലും കാണിച്ചിട്ടുണ്ടാവില്ലേ? അല്ലാതെ തിരക്കഥാകൃത്ത് പറഞ്ഞത് കൊണ്ട് തുണി പറിച്ച് എന്നിട്ട് ഇത് കണ്ടിട്ടാണോ സിനിമയ്ക്കകത്ത് ഇനി അടുത്ത ആളെടുക്കാം? അല്ലെങ്കിൽ ഇത് കണ്ടിട്ടാണോ അയാൾ ഇനി തിരക്കഥയ്ക്ക് കഥ എഴുതാൻ പോകുന്ന ഇവൻ്റെ കണ്ടിട്ടാണോ? എന്നിട്ട് പിന്നെ വന്നിട്ട് ഒരു നാണമില്ലാതെ വേറെ ഒന്നല്ല. എങ്ങനെയോ നമ്മളൊക്കെ എന്തൊരു സിനിമയിൽ അഭിനയിക്കാനോ എന്തിനായിരുന്നത് 10 പേരെ മോഹം കാണിക്കണം, ഒന്ന് ഫേമസ് ആവണമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഫേമസ് ആകാൻ കിട്ടിയ ഏറ്റവും വലിയ വഴിയാണ്. പണ്ട് ഞാൻ തുണി പറിച്ചിട്ടുണ്ട്, അന്ന് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് ഇന്ന ആൾക്ക് അയച്ചു കൊടുത്തു. ഇതാണ് പിന്നെ മറ്റേ കോലും തോണ്ടി വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഈ മാധ്യമ കുട്ടികൾ. അവരെ വന്നിങ്ങനെ നിൽക്കുക, പറഞ്ഞോ ചേട്ടാ എന്താ കാണിച്ചു? ആ ചേട്ടൻ ഞാൻ എൻ്റെ വാഴക്കൊല കാണിച്ചു, ആ ചേട്ടൻ എൻ്റെ മറ്റേ മത്തിപ്പൂ കാണിച്ചു, പൂത്തിരി കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ വരല്ലേ ഇങ്ങനെയെങ്കിലും ഒന്ന് സ്ക്രീനിൽ വന്ന് 10 പേരെ കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുള്ളിടത്തോളം അത് മാറില്ല. അതുകൊണ്ട് ഇപ്പോൾ വേറൊന്നുമല്ല, സത്യത്തിൽ ആരെ പിടിച്ചു എന്നതിനെ പറ്റി ഒരു ഇതിൽ പിടിച്ചെന്ന് പറഞ്ഞാലും പിടിച്ചില്ലെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിശ്വസം. ഇപ്പം ഇത് കാണുന്ന ഒരു കോമഡി സീൻ കാണുന്ന പോലെയാണ് ഇത് കാണുന്നത് അല്ലേ? ഒരു കോമഡി. ഞാനും അത്ര എൻജോയ് ചെയ്യുന്നു. ഞാനിത് വേറൊന്നുമില്ല, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു ഇങ്ങനെ ഒരു സാധനം കണ്ട് ചോദിച്ചു എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ നമ്മുടെ ഇലത്താളം അങ്ങോട്ട് പൊരിയട്ടെ അല്ലേ?